So next is the development of this this cone. Okay, so the first portion is draw the true shape of the section. Kando question draw the true shape of the section. Appo nammal ivide sectional top view varachu. This is the true shape. Appo ivide ezhuthi vekkana ningal this is the true shape. Adana nammalodu choichekkunnu. What is the true shape? Okay, so idana ennodu choichekkunnu true shape. So draw the true shape of the section. So this is the true shape. Idu varakkunnadinanu mark keto. And next is the development of the lower part of sectioned cone. Development of the lower part of the sectioned cone. Development varakkanam. Appo kazhinja problemil nammalodu choichirunallo development of the retained solid. Adu thanne avaru paranjekkunnu. Development of the retained solid thannaanu development of the lower part. Okay, so development of the lower part of the sectioned cone. Sectioned cone എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മുറിക്കുന്ന കോൺ, മുറിച്ച കോൺ, sectioned cone. അപ്പൊ നമുക്കറിയാം നമ്മൾ പിരമിഡ് പഠിച്ചപ്പോൾ ഓർമ്മയുണ്ടായിരിക്കും നമ്മൾ ആദ്യം എന്താ വരച്ചത്? ആദ്യം നമ്മൾ എം എന്ന് പറയുന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇവിടെ അത് തന്നെയാണ്, ഇവിടെയും സെയിം ആണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഞാൻ ആദ്യം ഇവിടെ എം എന്ന് പറയുന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തു. പിരമിഡ് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. M represents the apex അല്ലെങ്കിൽ vertex. M represents the apex അല്ലെങ്കിൽ vertex. ഇനി M സെന്റർ ആക്കിയിട്ട് ഒരു ആർക്ക് വരയ്ക്കണം. ആർക്ക് വരയ്ക്കുമ്പോൾ പിരമിഡിന്റെ കേസിൽ ഓർമ്മയുണ്ടല്ലോ, ആർക്കിന്റെ റേഡിയസ് എത്ര ആയിരുന്നു? റേഡിയസ് എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് ഓഫ് ദ സ്ലാൻഡ് എഡ്ജ്. അപ്പൊ ഇവിടെ അത് തന്നെയാണ്. വാട്ട് ഈസ് ദ ട്രൂ ലെങ്ത് ഓഫ് ദി? ഇവിടെ സ്ലാൻഡ് എഡ്ജ് ഒന്നുമില്ല, ഇവിടെ ആക്ച്വലി ഇമാജിനറി ലൈൻസ് മാത്രമേ ഉള്ളൂ. കോണിന്റെ സർഫസിലുള്ള ഇമാജിനറി ലൈൻസ് ആണ് ഈ കാണുന്നത്. ഏത്? എം എ എം ബി. നമ്മൾ അതിനുവേണ്ടി ഇതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് കണ്ടോ. അപ്പൊ ഈ ഡിവൈഡ് ചെയ്തേക്കുന്നതാണ് എന്ത്? ഇതിന്റെ ഇമാജിനറി ലൈൻസ്. എം എ എം ബി എം സി എം ഡി എം ഇ എം എഫ് എം എം ജി എം എച്ച് എക്സെട്ര. സോ ദീസ് ആർ ദ ഇമാജിനറി ലൈൻസ്. ഇതിനെ നമ്മൾ ജനറേറ്റർ ലൈൻസ് എന്നാണ് പറയുന്നത്. കോണിന്റെ കേസിൽ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ സർഫസിലുള്ള ഇമാജിനറി ലൈൻസിനെ പറയുന്ന പേരാണ് ജനറേറ്റർ ലൈൻസ്. ജനറേറ്റർ ലൈൻസ്. സോ നമ്മുടെ ഇവിടെ നോക്കിയേ, ഇവിടെ എം ഇ എന്ന് പറയുന്ന ലൈൻ ഓൾറെഡി എക്സ് വൈ ലൈന് പാരലല്ല. നമ്മൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒന്നും വേണ്ട. എം ഇ പാരൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ്സ് ദ ട്രൂ ലെങ്ത്. അപ്പൊ ഇത് ഡയറക്റ്റ് അങ്ങ് മെഷർ ചെയ്താൽ മതി. ഈ ലെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്താൽ മതി. ഈ ലെങ്ത് എത്രയാണ്? 53.784. സോ ദിസ് ഈസ് ദ ട്രൂ ലെങ്ത് ഓഫ് ദി ഇമാജിനറി ലൈൻ. ദാറ്റ് ഈസ് കോൾഡ് ജനറേറ്റർ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തില് നമ്മൾ ട്രൂ ലെങ്ത് കണ്ടുപിടിച്ചു. കാരണം എന്താ? അവിടെ അതിന്റെ പിരമിഡിന്റെ സ്ലാൻഡ് എഡ്ജ് എക്സ് വൈ ലൈന് പാരലൽ അല്ലായിരുന്നു. ഇവിടെ ആക്ച്വലി എന്താണ്? ഇവിടെ കോണിന്റെ ഇമാജിനറി ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി എഡ്ജ് എന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ. ഇമാജിനറി എഡ്ജ്, അങ്ങനെ ഒരു എഡ്ജ് ആക്ച്വലി ഇല്ല. നമ്മൾ ഈ കോണ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇമാജിനറി എഡ്ജ് ആണ് എം ഇ. സോ എം ഇ ഈസ് ദ ഇമാജിനറി എഡ്ജ്. ദാറ്റ് എഡ്ജ് ഈസ് പാരലൽ ടു വി പി അല്ലെങ്കിൽ പാരലൽ ടു എക്സ് വൈ ലൈൻ. സോ അതിന്റെ ഫ്രണ്ട് വ്യൂയിലെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ്സ് ട്രൂ ലെങ്ത്. ഇത് ഡയറക്റ്റ് ട്രൂ ലെങ്ത് ആയിരിക്കും. സോ 53.784. അത് റേഡിയസ് എടുത്തിട്ട് എന്ത് വരയ്ക്കണം? നമ്മൾ ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, എം സെന്റർ 53.784 റേഡിയസ് എടുത്തിട്ട് എന്ത് വരയ്ക്കണം? ഒരു ആർക്ക് വരയ്ക്കുക. കണ്ടോ? ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ പിരമിഡ് ചെയ്ത പോലെ തന്നെയാണ്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോണിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു സെക്ടർ ആണ്. അപ്പൊ സെക്ടർ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ പിരമിഡിന്റെ കേസിൽ നമുക്കറിയാം, നമ്മൾ ഇത് വരച്ചിട്ട് നമ്മൾ അടുത്തത് എങ്ങനെ കണ്ടുപിടിക്കുന്ന? പിരമിഡിന്റെ എഡ്ജ് ലെങ്ത് എടുത്ത് കട്ട് ചെയ്താൽ മതി. ഈ ആർക്കില് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ. നമ്മൾ ഇത് വരച്ചിട്ട് സ്ക്വയർ പിരമിഡിന്റെ ബേസ് എഡ്ജിന്റെ ലെങ്ത് എടുത്ത് ആർക്ക് കട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഇത് വരച്ചു. പക്ഷെ കോണിന്റെ കേസിൽ അതല്ല. കോണിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ടർ ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ സെക്ടർ ആംഗിൾ എന്ന് പറയും. ഓക്കെ, അതായത് ഈ ആംഗിൾ കണ്ടോ? ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയാണ്. ഇത് 106 അല്ല, ഇത് എത്ര നമ്മൾ കണ്ടുപിടിക്കണം. സെക്ടർ ആംഗിൾ. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇതാണ്. തീറ്റ ഈസ് ഈക്വൽ ടു ആർ ബൈ ആർ ഇൻറ്റു theta is equal to r by r into 360 degree. This is the equation. So e r എന്ന് പറഞ്ഞ radius of the circle. ഇതിന്റെ സർക്കിളിന്റെ റേഡിയസ് എത്ര? 20. So that is equal to 20. This is 20.
ഡിവൈഡഡ് ബൈ ഈ 6 എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് എത്രയാ? 53.784. 53.784. അത് ഇൻറ്റു 360 ഡിഗ്രി. എത്രയാണെന്നൊന്ന് പറയാമോ? കാൽക്കുലേറ്റർ എടുത്തിട്ട് വാട്ട് ഈസ് ദ വാല്യൂ? ഹലോ ആനന്ദ, കാൽക്കുലേറ്റർ ഉണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാലും മതി. 20 ഡിവൈഡഡ് ബൈ 53.784 ഇൻറ്റു 360 ഡിഗ്രി. എത്ര കിട്ടി? 133.868. 133.868. ഓക്കെ, അഡോണയ്ക്ക് എത്ര? ഇത് തന്നെയാണോ? 53 ആ സാർ എടുത്ത്, അപ്പൊ ചെറിയൊരു വേരിയേഷൻ. എന്നാലും 133 തന്നെ വരത്തില്ലയോ? 133 എത്ര കിട്ടി? ആംഗിൾ എത്രയാ കിട്ടിയത്? 135 പോയിന്റ് ആ കിട്ടിയത്. 135. ഓക്കെ, ശരി. വേറെ ആർക്കെങ്കിലും കിട്ടിയോ? ഓക്കെ, അപ്പൊ 133 തൊട്ട് 135 വരെ. അപ്പൊ ഞാൻ തൽക്കാലം 134 അങ്ങ് എടുക്കാം. അപ്പൊ ആർക്കും പ്രശ്നമില്ലല്ലോ. 134. അപ്പൊ ഇത് 133.8 ആണ് എന്ന് പറഞ്ഞാൽ 134 ആണ്. അപ്പൊ ഇവിടെ 135. അപ്പം 133ക്കും 135നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ഞാൻ അപ്പൊ 134 എടുത്തു. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. വാട്ട് ഈസ് ദ ഇക്വേഷൻ? തീറ്റ ഈസ് ഈക്വൽ ടു r/r ഇൻറ്റു 360 ഡിഗ്രി. ആദം, ഇത് ക്ലിയർ ആണോ ഈ ഇക്വേഷൻ? r/r ഇൻറ്റു 360. ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ ഈ കോൺ വരയ്ക്കുന്ന സമയത്ത് ഈ ഇക്വേഷൻ എപ്പോഴും ഓർത്തിരിക്കുക. കോണിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ആദ്യം നമ്മൾ ഈ ആംഗിൾ കണ്ടുപിടിച്ചു, സെക്ടർ ആംഗിൾ കണ്ടുപിടിച്ചു 134. അപ്പൊ ഞാൻ ഇവിടെ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ദിസ് ആംഗിൾ ഈസ് 134. ദിസ് ആംഗിൾ ഈസ് 134. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ദ സെക്ടർ ആംഗിൾ. അപ്പൊ കോണിന്റെ കേസിൽ സെക്ടർ ആംഗിൾ കണ്ടുപിടിച്ചു. ആൻഡ് അത് ദിസ് ഈസ് ദി ട്രൂ ലെങ്ത് ഓഫ് ദ ജനറേറ്റർ 53.784. കണ്ടല്ലോ, ഈ ലെങ്ത് ആണ് 53.784 ആണ് എടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇതിന് നമ്മൾ പേര് കൊടുക്കുക. സ്റ്റാർട്ടിങ് ഇതിന് M, ഈ സ്റ്റാർട്ടിങ് നമ്മൾ ആദ്യത്തെ പോയിന്റ് A, ദെൻ ഈ പോയിന്റ് A തന്നെ, ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്നറിയോ? ഈ സർക്കിളിനെ നമ്മൾ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്? 8 ആയിട്ട് ഡിവൈഡ് ചെയ്തത്. സോ ഈ സെക്ടറിനെ നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇനി അടുത്ത പറയേണ്ടത് 134 ഡിവൈഡഡ് ബൈ 8 എത്ര എന്ന് പറഞ്ഞേ? നമ്മുടെ ആംഗിൾ, സെക്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 134. അപ്പൊ 134 ഡിവൈഡഡ് ബൈ 8 എത്ര ഡിഗ്രിയാന്ന് പറഞ്ഞേ? എത്രയാ എന്ന് പറയാമോ ആരെങ്കിലും? 16.75. എത്ര? 16.75. ഓക്കെ, 16.75 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഈ സെക്ടറിനെ ഡിവൈഡ് ചെയ്യണം 16.75. അതായത് ഈ ME എന്നൊരു ലൈൻ വരയ്ക്കുക. സച്ച് ദാറ്റ് ഈ ആംഗിൾ എത്ര ആയിരിക്കും? ദിസ് ആംഗിൾ ഈസ് 16.75. കണ്ടോ, 16.75. എന്നിട്ട് നമ്മൾ ഇതിന് എന്ത് കൊടുക്കണം? ഇതിന് B എന്ന് പേര് കൊടുക്കുക. നെയിം ഓഫ് ദിസ് ഈസ് B. ഓക്കെ, സോ വീണ്ടും അടുത്ത ലൈൻ M, അടുത്ത ലൈൻ വരച്ചു. വാട്ട് ഈസ് ദ ഇൻക്ലിനേഷൻ? 16.75. 16.75. ദെൻ അതിന് പേര് കൊടുക്കുക. നെയിം ഓഫ് ദിസ് ഈസ് C.
Name of this point is C. Then again, draw another line. This inclination is 16.75. This point is D. Okay. Then again from M, draw another line. Inclination is 16.5, sorry, 16.75. And name of this point is E. Name of this point is E. Then again from M, this angle is 16.75. Then this is F. Again from this to here, what is the inclination? This inclination is 16.75. This is G. Again, draw a line. This is 16.75. This is H. This point is H. Okay. So, Anand, is it clear? 16.75 എടുത്തത്. സാർ അത് മനസ്സിലായ ആ എ എടുത്തെന്ന് പറയാം. M to A മുതൽ ആദ്യം എടുത്ത്. M to A എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ട്രൂ ലെങ്ത് എത്ര? ഇവിടുന്ന് 53.784 കണ്ടോ? 53.784 കണ്ടോ? ആ കണ്ടു സാർ. ഈ റേഡിയസ് എടുത്തിട്ട് M സെന്റർ ആക്കിയിട്ട് ആർക്ക് വരയ്ക്കുക. ആർക്ക്. അത്രയും ക്ലിയർ ആണോ? ആ ഓക്കെ സാർ. എന്നിട്ട് നമ്മൾ ഈ സെക്ടർ ആംഗിൾ കണ്ടുപിടിക്കണം. തീറ്റ ഈസ് ഈക്വൽ ടു R/R × 360 ഡിഗ്രി. അപ്പൊ നമുക്ക് ഈ 134 എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടും. കണ്ടോ? 134 എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടും. കണ്ടോ? കണ്ടോ? മനസ്സിലായോ? കണ്ടു സാർ. ഓക്കെ. എന്നിട്ട് അതിനെ നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്ത്, 8 എന്നുള്ള കൺസെപ്റ്റ് എവിടുന്നാ കിട്ടിയേ? നമ്മൾ നമ്മുടെ സർക്കിളിനെ ഇവിടെ ടോപ്പ് വ്യൂ വരച്ചപ്പോ എത്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്? 8 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. കണ്ടോ? ഇവിടെ. അപ്പൊ ഇവിടെ നമ്മൾ 12 ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ ഈ സെക്ടറിനെ നമ്മൾ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യണം? 12 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 12 ആയിട്ട്. അഡോണ, ഇത് ക്ലിയർ ആണോ പറഞ്ഞത്? അഡോണ സാർ മനസ്സിലായി. ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ. ജൂഡിത്ത് സർ ചോദിച്ചോ. സെക്ടർ ആംഗിൾ എങ്ങനെ കിട്ടുന്നത്? സെക്ടർ ആംഗിൾ കിട്ടാനായിട്ട് ഞാൻ ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു. ഒന്നുകൂടെ പറയാം. സോ തീറ്റ ഈസ് ഈക്വൽ ടു, നോട്ട് ചെയ്തോ, തീറ്റ ഈസ് ഈക്വൽ ടു സ്മോൾ r ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R ഇൻറ്റു 360 ഡിഗ്രി. ഓക്കെ. ഈ സ്മോൾ r എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയസ്, നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് എത്ര? 20 അല്ലേ? സർക്കിളിന്റെ റേഡിയസ് 20 അല്ലേ? ഇനി ക്യാപിറ്റൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ 53.784 ഇതാണ് ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ 53.784. മനസ്സിലായോ? അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എന്ന് പറഞ്ഞു കിട്ടും? 134 ഡിഗ്രി എന്ന് പറഞ്ഞു കിട്ടും. 134 ഡിഗ്രി. അതാണ് സെക്ടർ ആംഗിൾ. ക്ലിയർ ആയല്ലോ? ഓക്കെ. വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അഭിഷേക് ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. ശരി. അപ്പൊ ഇനി നമ്മൾ കോണിന്റെ ഡെവലപ്മെന്റ് വരച്ചു. ഇനി നമ്മൾ ഇവിടെ ഒരു സർക്കിളും വരച്ചു നോക്കണം. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ സ്ക്വയർ പിരമിഡിന് സ്ക്വയർ വരച്ചതുപോലെ ഇവിടെ നമ്മൾ ഫോർട്ടിയുടെ ഒരു സർക്കിളും വരച്ചു വെക്കുക. ഓക്കെ.
അപ്പൊ ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്ന എന്താണ്? ഒരു കോണിന്റെ ഡെവലപ്മെന്റ്. നമ്മളോട് അത് വരയ്ക്കാൻ അല്ല പറഞ്ഞേക്കുന്നത്. നമ്മളോട് അവർ പറഞ്ഞേക്കുന്നത് എന്താണ്? ഡ്രോ ദ ഡെവലപ്മെന്റ് ഓഫ് ദി ലോവർ പാർട്ട് ഓഫ് ദ സെക്ഷൻഡ് കോൺ. ലോവർ പാർട്ട് ഓഫ് ദ സെക്ഷൻഡ് കോൺ, അതായത് നമ്മുടെ ഈ സെക്ഷൻഡ് കോണിന്റെ ലോവർ പാർട്ട് എന്താണ്, അതിന്റെ ഡെവലപ്മെന്റ് വരച്ചു വെക്കാനാ പറഞ്ഞേക്കുന്നത്. ഇതിപ്പോ ഞാനിപ്പോ വരച്ചേക്കുന്ന എന്താണ്? ഞാനിപ്പോ വരച്ചേക്കുന്ന ഒരു കോണിനെ ഡെവലപ്പ് ചെയ്താൽ എന്ത് കിട്ടും, അതാണ് ഞാൻ വരച്ചു വെച്ചേക്കുന്നത്. ഇതല്ല നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നമ്മൾ പിരമിഡ് പറഞ്ഞായിരുന്നു. ഈ കട്ടിംഗ് പോയിന്റ്സിനെ എന്ത് ചെയ്യണം? ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതല്ലേ, അതുപോലെ തന്നെ. അപ്പൊ കട്ടിംഗ് പോയിന്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഡെവലപ്മെന്റിലെല്ലാം നമ്മൾ ട്രൂ ലെങ്ത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം എന്തായിരിക്കണം? ട്രൂ ലെങ്ത് ആയിരിക്കണം. അപ്പൊ ഞാൻ ആദ്യം നോക്കിയപ്പം ഈ 1' എന്നുള്ള പറയുന്ന പോയിന്റ് ട്രൂ ലെങ്തിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് അങ്ങ് ആ മെഷർമെന്റ് അങ്ങ് എടുത്താൽ മതി. ഈ മെഷർമെന്റ് ഡയറക്റ്റ് അങ്ങ് എടുത്താൽ മതി. എത്രയാണെന്നറിയോ? 35.863. അപ്പൊ MAയില് പോയിന്റ് മാർക്ക് ചെയ്യുക. എത്ര മാർക്ക് ചെയ്യേണ്ടത്? 35.863. 35.863 മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ അതിന് 1 എന്ന് പേരും കൊടുത്തു. നെയിം ഓഫ് ദിസ് പോയിന്റ് ഈസ് 1. ദാ 1 എന്ന് പേര് കൊടുത്തു. ഇവിടെ അത് തന്നെ, ഇപ്പുറത്തും അത് തന്നെ. MAയില് എന്ത് ചെയ്യണം? This distance is 35.863. അവിടെ നമ്മൾ എന്ത് കൊടുക്കുക? അവിടെ നമ്മൾ 1 എന്ന് പേര് കൊടുക്കുക. 1. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത 2ഉം 8ഉം ആണ്. പക്ഷെ 2ഉം 8ഉം കിടക്കുന്ന പോയിന്റ് കണ്ടോ? ഇത് അപ്പാരന്റ് ലെങ്തിലാണ് കിടക്കുന്നത്. നമ്മൾ അതിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ട്രൂ ലെങ്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ട്രൂ ലെങ്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഒന്നുകിൽ ലെഫ്റ്റിലോട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ റൈറ്റിലോട്ട് വരയ്ക്കുക. രണ്ടും കറക്റ്റ്. ഇപ്പൊ ഞാനിപ്പോ അടുത്ത് കിടക്കുന്ന ലെഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ പോയിന്റിൽ നിന്ന് എന്ത് വരച്ചു? ഞാൻ ലെഫ്റ്റിലോട്ട് വരച്ചു. കണ്ടോ? ലെഫ്റ്റിലോട്ട് XY ലൈന് പാരലായിട്ട് ലെഫ്റ്റിലോട്ട് വരച്ചു. എന്നിട്ട് ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യണം. എപ്പോഴും ട്രൂ ലെങ്തിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കണം എടുക്കേണ്ടത്. കണ്ടോ? ഈ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ 29.989. അപ്പൊ അത് MBയിലും MHയിലും മാർക്ക് ചെയ്യാം. MBയിലും MHയിലും 29.989. MBയില് 29.989. കണ്ടോ? 29 ഈ ഡിസ്റ്റൻസ് 29.989 എടുത്തിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് 2. നെയിം ഓഫ് ദിസ് പോയിന്റ് ഈസ് 2. ഓക്കെ, ഇതിന്റെ പേര് ഞാൻ കൊടുത്തു 2. സിമിലർലി ഇപ്പുറത്ത് MHയിലും അതുപോലെ തന്നെ MHയില് 8. 29.989. ഓക്കെ, അപ്പൊ അതിന്റെ പേരെന്താണ്? 8. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി അടുത്ത 3ഉം 7ഉം. ഓക്കെ, സോ 3ഉം 7ഉം ഞാൻ റൈറ്റിലോട്ട് ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ റൈറ്റിൽ നിന്ന് എടുക്കുകയാണ്. ട്രൂ ലെങ്തിലോട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. So this distance is 21.459. Okay, 3ഉം 7ഉം. അപ്പൊ MCയിലും MGയിലും അതായത് MCയില് കൊടുക്കുക. എന്താണ് ഡയമെൻഷൻ എത്രയാണ്? 21.459. 21.459. 3. ഓക്കെ,
Then അടുത്തത് 7 ഏതാ 7 mg ആണ്. mg യിലും അത് തന്നെ 21.459. $21.459. 21.459. Okay, അതിന്റെ പേര് 7 എന്ന് കൊടുക്കുക. Name of this point is 7. Okay. Then അടുത്ത എന്താണ്? അടുത്തത് 4 ഉം 6 ഉം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം അതിനെ ട്രൂ ലെങ്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. സോ 4-6- ന്ന് റൈറ്റിലോട്ട് വരയ്ക്കുക. ട്രൂ ലെങ്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. Then measure that distance. So 16.716 കണ്ടോ? 16.716 ആ ഡിസ്റ്റൻസ് എടുക്കുക. എം ഡിയിലും എം എഫിലും 16.716. 16.716. 16.716. Okay, name of this point as 4. Name of this point as 4. Okay, ഇനി അടുത്തത് 6 mf ൽ ഏതാണ്? അതും mf ൽ 6. 16 പോയിന്റ് സെയിം ഡിസ്റ്റൻസ് 716. 16.716. 16.716. Okay, name of this point as 6. Then last point ഏതാണ്? 5. Okay, so 5, what is the distance? അപ്പൊ അത് ഓൾറെഡി 5 ഓൾറെഡി ട്രൂ ലെങ്തിൽ തന്നെ. അപ്പൊ അതിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. So this is 15.313. കണ്ടല്ലോ, 15.313. അപ്പൊ എം ഇയില് 5 മാർക്ക് ചെയ്യാം. $15.313. Okay, and the name of that point as 5. Okay, name of this point as 5. Okay, ഇത്രയും ക്ലിയർ ആയോ പറഞ്ഞേ? അടവണ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്കൊന്നുമില്ല. ഇനി നമ്മൾ ജോയിൻ ചെയ്താൽ മതി. അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോണെന്ന് പറഞ്ഞാൽ കർവ്ഡ് സർഫസ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെ ആയിരിക്കണം? കർവായിട്ടായിരിക്കണം ജോയിൻ ചെയ്യണം. അത്രേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഞാനിപ്പം 1. ഓക്കെ, സോ 1, 2. ഞാനിപ്പോ എനിക്കിപ്പം അപ്രോക്സിമേറ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത്. എനിക്ക് കർവ് വരയ്ക്കാനായിട്ട് 1-2 ഓപ്ഷൻസേ ഉള്ളൂ. അതുകൊണ്ട് ഇച്ചിരി ഡിഫിക്കൽട്ടാ വരയ്ക്കാൻ. നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അങ്ങ് വരച്ചു പോകണം. ഓക്കെ, സോ ദെൻ 3. ഓക്കെ, കർവ് വരയ്ക്കുക. 1, 2, 3, 4, 5. Okay, then remaining portions light ആക്കുക. Okay, so this is the development. This is the development of the lower part of the sectioned cone.
development of lower part of sectioned cone. Anand, clear ആണോ? Clear ആ sir? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേ. ഇല്ല ഇല്ല. Okay. Judith. Adona. Clear ആ sir? Okay. Abhishek. Adam. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ ഡയമെൻഷൻ രാവിലെ ജൂഡിത്ത് ചോദിച്ചില്ലായിരുന്നു, എന്തൊക്കെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഇവിടെ 40 ഉണ്ട്. അപ്പൊ ആദ്യം ഞാൻ 40 മാർക്ക് ചെയ്യാം. സോ ഡയമീറ്റർ ഓഫ് ദിസ് സർക്കിൾ 40. ഓക്കെ. ദെൻ വാട്ട് ഈസ് ദി ഹൈറ്റ്? സോ ഹൈറ്റ് ഓഫ് ദിസ് ഒബ്ജക്ട് ഈസ് 50. Okay, so this height is 50. Then the 45 degree cutting plane 45 degree. Okay, so this inclination, so mark this inclination. Mark this inclination 45 degree. Then the cutting plane passes through at a distance of 20 mm from the vertex. So this distance is 20. Okay. So here you can see this cutting plane passes through at a distance of 20 mm from the vertex. Okay. Then okay. ഇത്രയുമാണ് അവർ ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത്രയും ഡേറ്റയാണ് നമ്മൾ ബേസിക് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. പക്ഷെ ഇത് കോൺ ആയതുകൊണ്ട് നമ്മുടെ സെക്ടർ ആംഗിളൂടെ ഇവിടെ കാണിക്കണം. സോ സെക്ടർ ആംഗിൾ എത്ര ഡിഗ്രി അതാ ഇവിടെ കാണിക്കണം. എത്രയാണ്? 134 ഡിഗ്രി. കണ്ടോ? സോ ദിസ് ആംഗിൾ ഈസ് 134 ഡിഗ്രി. ഇവിടെ അതുപോലെ നമ്മുടെ ഡയമീറ്റർ കാണിക്കുക 40. കണ്ടോ? ദിസ് ഈസ് 40. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? വേണമെന്നില്ല, ഈ സർക്കിളിനെ നമ്മൾ ഈ സർക്കിളിനെ നമ്മൾ എട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് അതിന് പേര് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നത് നല്ലതാ, ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പരീക്ഷയ്ക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്തു വെച്ചേക്കുക. So this angle is 45 degree. എക്സാമിന് സമയം ഉണ്ടെങ്കിൽ ഇതൂടെ ചെയ്തു വെച്ചേക്കുക, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആ നെയിമിംഗ് കൂടെ കറക്റ്റ് ആയിട്ട് വെച്ചേക്കണം. അപ്പൊ ഇപ്പൊ ഞാൻ ഇയിലാണ് സർക്കിൾ വരച്ചേക്കുന്നത്. അപ്പൊ ഇയിൽ സർക്കിൾ വരയ്ക്കുമ്പോൾ ഈയുടെ ഇപ്പുറത്തെ പോയിന്റ് ഏതാ? ഡി ആണ്. അപ്പൊ ഡി ഇതാ ഇവിടെ കൊടുക്കണം. ഓക്കെ, ഡിയുടെ അപ്പുറത്തെ പോയിന്റ് സി ആണ്. അപ്പൊ സി ഇതാ ഇവിടെ കൊടുക്കുക. Then this point is B. This point is A. ഓക്കെ, ഇനി ഇവിടെ ഈയുടെ ഇപ്പുറത്തെ എഫ്. അപ്പൊ എഫ് ഇതാ ഇവിടെ കൊടുക്കുക. എഫിന് ഇപ്പുറത്തെ പോയിന്റ് ജി. Then ജിയുടെ ഇപ്പുറത്തെ പോയിന്റ് എച്ച്. കണ്ടോ? ആനന്ദ്, ഇത് ക്ലിയർ ആയോ? നെയിമിങ് ഞാനിപ്പോ ഈ പറഞ്ഞ നെയിമിങ് ഓക്കെ. ജൂഡിത്ത ക്ലിയർ ആണല്ലോ അല്ലെ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എന്തൊക്കെയാ? പ്രിസം പറഞ്ഞു,
സിലിണ്ടർ പറഞ്ഞു, സ്ക്വയർ പിരമിഡ് പറഞ്ഞു, കോൺ പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ സിലിണ്ടർ വരയ്ക്കുമ്പോൾ സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ ഓർമ്മയുണ്ടല്ലോ, സർക്കംഫറൻസ് ആണ്. ലെങ്ത് എടുക്കേണ്ടത് സർക്കംഫറൻസ് ആണ്, 2πr. പിന്നെ പ്രിസം വരയ്ക്കുമ്പോൾ അതിന്റെ സൈഡ് ലെങ്ത് എടുത്തിട്ടാണ് റെക്ടാംഗിളിന്റെ ലെങ്ത് വരയ്ക്കേണ്ടത്. പിരമിഡ് വരയ്ക്കുമ്പോൾ പിന്നെ നമ്മൾ ട്രയാങ്കിൾ ആണ്, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കിട്ടും. അപ്പൊ നമ്മൾ രാവിലെ പറഞ്ഞത് എന്തായിരുന്നു? സ്ക്വയർ പിരമിഡ് ആയിരുന്നു. അപ്പൊ സ്ക്വയർ പിരമിഡിൽ എത്ര ട്രയാങ്കിൾസ് വരും? 4 ട്രയാങ്കിൾസ് വരും. പെന്റഗൺ ആണെങ്കിൽ 5 ട്രയാങ്കിൾ വരും, ഹെക്സഗൺ ആണെങ്കിൽ 6 ട്രയാങ്കിൾ വരും, അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ കോൺ ആണ്. കോണിന്റെ എന്താ പ്രത്യേകത? കോൺ വരയ്ക്കുമ്പോൾ പ്രത്യേകത എന്താ? കോണിന്റെ സെക്ടർ ആംഗിൾ കണ്ടുപിടിക്കണം. കോണും നിങ്ങൾ പഠിക്കുമ്പോൾ കോണും പിരമിഡും ഒരേപോലെ പഠിക്കാവുള്ളൂ. പ്രിസവും സിലിണ്ടറും ഒരേപോലെ പഠിക്കാവുള്ളൂ. ഒരേ കാറ്റഗറിയാണ്. കാറ്റഗറി 1 എന്ന് വല്ലതും പറഞ്ഞ് നിങ്ങൾ മാറ്റി വെച്ചേക്കും. പ്രിസവും സിലിണ്ടറും ഒരു കാറ്റഗറി ആയിട്ട് പഠിക്കുക, പിരമിഡും കോണും ഒരു കാറ്റഗറി ആയിട്ട് പഠിക്കുക. ഒരേപോലെ ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം ഒരേ രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കോണിന്റെ വരയ്ക്കുമ്പോൾ സെക്ടർ ആംഗിൾ കണ്ടുപിടിക്കണം. ഇവിടെ കണ്ട 134 എന്ന് പറയുന്ന ഒരു ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. തീറ്റ ഇസ് ഈക്വൽ ടു r/r × 360 ഡിഗ്രി. തീറ്റ ഇസ് ഈക്വൽ ടു r/r × 360 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇത്രയും ആയപ്പോഴത്തേക്ക് നമ്മുടെ സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റിലെ ഒരു പോർഷൻ തീർന്നു. ഇനി അടുത്തൊരു 2 ടോപ്പിക് ഉണ്ട്. 2 ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ട്രൂ ഷേപ്പ് തരും. ട്രൂ ഷേപ്പ് തന്നിട്ട്, അതായത് ഇപ്പൊ ഇവിടെ കണ്ടോ, ഇപ്പൊ ഇവിടെ നമ്മൾ ട്രൂ ഷേപ്പ് വരയ്ക്കുക ചെയ്തത് കണ്ടോ. ഇവിടെ ട്രൂ ഷേപ്പ് നമ്മൾ കണ്ടുപിടിക്കുക ചെയ്തത് എങ്ങനെയാ? നമ്മൾ XY ലൈനിൽ നിന്ന് താഴോട്ടുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രൂ ഷേപ്പ് കണ്ടുപിടിച്ചത്. ചില ക്വസ്റ്റ്യനിൽ ഈ ട്രൂ ഷേപ്പ് ഇങ്ങ് തരും. ട്രൂ ഷേപ്പ് തരും, ഈ കട്ടിംഗ് പ്ലെയിനിന്റെ ആംഗിൾ ഒന്നും തരത്തില്ല. ഇപ്പൊ ഈ പ്രോബ്ലത്തിൽ കണ്ടില്ലേ, കട്ടിംഗ് പ്ലെയിന്റെ ആംഗിൾ തന്നിട്ടുണ്ട്, എത്ര ഡിഗ്രിയാ? 45 ഡിഗ്രി. അതൊന്നും തരത്തില്ല, ട്രൂ ഷേപ്പ് തരും. അപ്പൊ ഈ ട്രൂ ഷേപ്പ് തന്നു കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കുന്നതിന് ഒരു രീതിയുണ്ട്. അതാണ് അടുത്തൊരു ടൈപ്പ്. ട്രൂ ഷേപ്പ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കും. പിന്നെ അതിനടുത്ത പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. ഒരു ഇൻസെക്ട് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് മൂവ് ചെയ്യുന്നു, ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പൊ അത് ഷോർട്ടസ്റ്റ് പാത്ത് കാണിക്കണം നമുക്ക്. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലങ്ങളുണ്ട്. അതോടെ ആകുമ്പോഴത്തേക്ക് ആ മൊഡ്യൂൾ തീരും. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട്, ഞാൻ കുറച്ചു പേർക്ക് കുറച്ച് പോർഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കോമൺ ആയിട്ട് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ തീർത്തു. അപ്പൊ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ 2 ടൈപ്പ് പ്രോബ്ലം കൂടെ തീരുമ്പോഴത്തേക്ക് സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ആ ഒരു പോർഷനും ആ ഒരു മൊഡ്യൂളും തീരും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പെർസ്പെക്റ്റീവിലോട്ട് കയറും. പെർസ്പെക്റ്റീവ് കഴിഞ്ഞിട്ട് പിന്നെ പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സിലോട്ട് കയറും. പിന്നെ അത് കഴിഞ്ഞ് പ്രൊജക്ഷൻസ്, ലാസ്റ്റിൽ പ്രൊജക്ഷൻസ് ഓഫ് ലൈൻസിലോട്ട് കയറും. ഓക്കെ, അങ്ങനെയാണ് ഞാനിപ്പം തീരുമാനിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നിപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നിപ്പോ നമുക്ക് ഇത് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടവണ ക്ലിയർ ആണോ? ക്ലിയറാ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സംശയം, ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ഞാനിപ്പോ ഈ പറഞ്ഞതില്? കോണിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കുന്നതിലോ? ചോദിച്ചു. സാറേ, നമ്മളിപ്പോ 53 പോയിന്റ് അത്ര സംതിങ് എടുത്തിട്ട് നമ്മൾ റേഡിയസ് ഇങ്ങനെ വരയ്ക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് സാർ നമ്മൾ എ മാർക്ക് ചെയ്യുന്ന അവിടെ നമ്മൾ പെർപെൻഡിക്കുലർ എടുത്തിട്ടാണോ? അതെങ്ങനെ? ഏത് എ? ഈ എയോ? അല്ല, അത് നമ്മൾ ആർക്ക് വരയ്ക്കുമ്പോൾ ആർക്കിന്റെ ഒരു എൻഡിൽ ഒരിടത്ത് അങ്ങ് മാർക്ക് ചെയ്യും. എന്നിട്ട് അവിടുന്ന് 134 ഡിഗ്രിയിലാണ് അടുത്ത എ വരയ്ക്കുന്നത്. കണ്ടോ? അവിടെ നമ്മൾ അങ്ങ് അല്ലാതെ സാധാരണ രീതിയിൽ മാർക്ക് ചെയ്യുകയോ? അല്ല, ഞാൻ കാണിച്ചു തരാം. അതായത് ഞാനിപ്പോ ആദ്യം ഇവിടെ ഇപ്പൊ ഞാൻ പേനായും കൊണ്ട് റഫായിട്ട് വരയ്ക്കുന്ന സ്ക്രീനിൽ കാണുന്നുണ്ടോ? M എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്ത് അവിടെ കാണുന്നുണ്ടോ? കാണാം സാർ, കാണാം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്താ ഇവിടെ ഇങ്ങനെ ഒരു സെക്ടർ അങ്ങ് വരയ്ക്കുക കണ്ടോ. എന്നിട്ട് ഇവിടെ എയും മാർക്ക് ചെയ്തു, ഇവിടെ എയും മാർക്ക് ചെയ്തു. അപ്പൊ ഇതിന്റെ റേഡിയസ് നമുക്കറിയാം. റേഡിയസ് എത്ര? ഇതിന്റെ സ്ലാൻഡ് എഡ്ജിന്റെ എത്ര? 53 സംതിങ് അല്ലെ? ഓർമ്മയുണ്ടല്ലോ, 53 അല്ലെ? എന്നിട്ട് M സെന്റർ ആക്കിയിട്ട് ഒരു ആർക്ക് ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. ഇത്രേ ഉള്ളു കാര്യം. കണ്ടോ? അപ്പൊ ഈ സെക്ടർ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഈ ആംഗിൾ എത്രയാ? 134 ഡിഗ്രി. മനസ്സിലായോ? എന്നിട്ട് ഈ 134 നമ്മൾ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യണം? 8 ആയിട്ട്. എവിടുന്ന 8 എന്നുള്ള കൺസെപ്റ്റ് കിട്ടിയത്? നമ്മൾ ഈ സർക്കിളിനെ എത്ര ആയിട്ട്
നമ്മൾ ഈ സർക്കിളിനെ എത്ര നമ്മൾ ആയിട്ടാ divide എട്ടായിട്ടാ ഡിവൈഡ് ചെയ്ത്. ആ അപ്പൊ എം മാർക്ക് ചെയ്തിട്ട് ഈ ആർക്ക് വരച്ചത് എന്തോ എനിക്ക് ആനന്ദ് ചോദിച്ച സംശയം ക്ലിയർ ആയോ? ആനന്ദിന് ക്ലിയർ ആയോ ചോദിച്ചത്? മനസ്സിലായി സാർ, മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മൾ കോണിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ ഈ ആംഗിൾ ആണ് ഇമ്പോർട്ടൻസ്. 134 ഡിഗ്രി അത് എവിടെ നിന്നാണ് കിട്ടിയത്? അത് തീറ്റ ഇസ് ഈക്വൽ ടു ആർ ബൈ ആർ ഇൻറ്റു 360 ഡിഗ്രി. ആർ ബൈ ആർ ഇൻറ്റു 360 ഡിഗ്രി. ഇത് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ആംഗിൾ കിട്ടിയത്. ഏത് ആംഗിൾ? ഈ 134 എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടിയത്. മനസ്സിലായി സാർ. ഇനി ഈ ആർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ നമ്മുടെ ഡയമീറ്റർ 40. അപ്പൊ റേഡിയസ് എത്ര? 20. കണ്ടോ? ഈ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഈ ട്രൂ ലെങ്തിന്റെ ലെങ്ത്, ഈ ലെങ്ത് എത്ര എന്നുള്ളത്. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ 134 എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടും. പിന്നെ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന മനസ്സിലായല്ലോ? ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന അത് മനസ്സിലായി സാർ. അപ്പൊ ഈ 134നെ നമ്മൾ എത്ര കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി? 8 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 8. അഡോണ ക്ലിയർ ആണോ? അഡോണ സാർ ക്ലിയർ. ജൂഡിത്ത് പോയെന്ന് തോന്നുന്നു. ആദം ക്ലിയർ സാർ. ഓക്കെ, പിന്നെ അഭിഷേക്? ഓക്കെ, അപ്പൊ ആനന്ദ് എല്ലാവർക്കും ക്ലിയർ ആണ്. അപ്പൊ ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം ഇവിടെ ചെറുതായിട്ട് മഴ സ്റ്റാർട്ട് ചെയ്ത് ഇടി വെട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് നാളെ, അപ്പൊ എനിക്കിനി ഇതിനകത്ത് ഇനി 2 ടോപ്പിക് കൂടെ ഉള്ളൂ. ഒന്ന് ട്രൂ ഷേപ്പ് ഗിവൺ പ്രോബ്ലം ഉണ്ട്. 2 ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പ്രോബ്ലം. ഇത് 2 കൂടെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത മോഡ്യൂളും തീരും. അപ്പൊ ഞാനിപ്പോ ഐസോമെട്രിക് പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ഒരു ദിവസം കൊണ്ട് ഞാൻ അതുകൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് തീരും. പിന്നെ ഞാൻ പെർസ്പെക്റ്റീവ് കൂടെ എടുക്കും. പെർസ്പെക്റ്റീവ് എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു മോഡ്യൂളും തീരും. പിന്നെ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ്, പിന്നെ ലൈൻസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. എന്തായാലും 19-ാം തീയതിക്കുള്ളിൽ ഞാൻ നല്ലൊരു രീതിയിൽ നമുക്ക് പറ്റുന്നത്ര മാക്സിമം പ്രോബ്ലംസ് ഞാൻ ചെയ്യിക്കാം. ഓക്കെ, ആദ്യം ഞാൻ ഈ ടോപ്പിക്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് മാക്സിമം പ്രോബ്ലംസ് ചെയ്യിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്യിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.